തിരിച്ച് പാലക്കാട് എത്തിയിരിക്കുകയാണ്. നിങ്ങളിപ്പോ ഒരു യാത്ര പോയിക്കൊണ്ട് ഗുരുവായൂരല്ലേ? ഗുരുവായൂർ പോകുന്നുണ്ട്. പിന്നെ ചാവക്കാടൊന്ന് പോവാണ്ട്. 2 ദിവസത്തെ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അറിയില്ല എവിടെയാണോ ചോദിച്ചു. നമുക്ക് ഇവിടെ പാലക്കാട് ഒരു ആനയൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലം ചാവക്കാട്. അപ്പൊ അതും നമുക്ക് കാണണം അല്ലേ മമ്മി? മാമിക്ക് ആന കണ്ടേ? ആന കാണണ്ടേ? സൂപ്പർ ചൂടാണ് പാലക്കാട്, ഭയങ്കര ചൂടാണ്. നിങ്ങളെവിടെയും ചോദിക്കായിരുന്നു. അപ്പോൾ നിങ്ങളെ കുറച്ച് കാണിക്കട്ടെ എന്ന് വിചാരിച്ചു. യാത്രയുടെ കുറച്ച് എത്തിയപ്പോൾ തന്നെ വാമി നല്ല സുഖം ഉറക്കമായി. ഇനി ഒരു പ്രൊമോഷൻ വർക്ക് ഉണ്ട്, അപ്പോൾ അവിടെ കൂടെ കയറാം. ഫസ്റ്റ് ട്രെയിനാണ് പ്രൊമോഷൻ. അപ്പോൾ ആ സ്ഥലം എത്തിയിരിക്കുകയാണ്. അപ്പുറത്തേലും അത് ഫുള്ളായി അപ്പുറത്തേലും. താഴത്തെ മഞ്ഞളോ? അത് ഞാൻ വ്ളോഗിനെടുത്തില്ല കുറച്ച്. അപ്പോൾ അവിടുത്തെ പ്രൊമോഷൻ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചെറിയ കുഞ്ഞ് ബോൾ മേടിച്ചു വാമിക്ക്. അത് മാത്രമല്ല വാമിക്ക് ഒരു സെറ്റ് ബേബി ഹഗിൻ്റെ ഒരു കുഞ്ഞ് വൈപ്പ് ടവലും മേടിച്ചു. അതുപോലെ തന്നെ ഒരു ബ്രഷും എടുത്തിട്ടുണ്ട് ചിക്കുവിൻ്റെ. വാമിയും കൊണ്ട് പ്രൊമോഷൻ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പരുവത്തിലായി. അപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പീപ്പിൾസ് ഓഫ് കിസ്മീസിൽ കയറി. മാമി എന്താ കഴിക്കാൻ പോണേ? എന്താ നീ കഴിക്കാൻ? കട്ടല്ലോ അച്ഛൻ പൊറോട്ട. അപ്പോൾ അവിടുത്തെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. അതൊരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് പറഞ്ഞപ്പോഴത്തേക്ക് 2 ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് വിക്കറ്റ് മേടിച്ച് തന്നിട്ടുണ്ട്. ലവ്ലാപ്പിൻ്റെ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ലവ്ലാപ്പിൻ്റെ റീഗൽ ബേബി സ്ട്രോളർ. ന്യൂബോൺ മുതൽ 15 കിലോഗ്രാം വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് യൂറോപ്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനോട് കൂടിയാണ്. കുട്ടികൾക്ക് നല്ല സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന 5 പോയിൻറ്റ് സേഫ്റ്റി ഹാർനസ് ആണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. സിറ്റിംഗ് പൊസിഷനിൽ അവർ കുറച്ചുകൂടി ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ ഡിറ്റാച്ചബിൾ ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രോളറിൽ ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് സീറ്റിംഗ് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റിനും ഇതുപോലെ സെയിം ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അടുത്തതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്
ഇതിൻ്റെ എക്സ്റ്റെൻഡബിൾ ആൻഡ് ഡിറ്റാച്ചബിൾ കാനപ്പിയാണ്. ഇത് നമ്മൾക്കൊരു സിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ലുക്കിംഗ് വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ. അതായത് നമുക്ക് കുട്ടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നോക്കാം കുഞ്ഞിന് എങ്ങനെയാണ്, കുഞ്ഞ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ബാക്കിലൊക്കെ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ടാണ്. പിന്നെ ഒരു ബാക്ക് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾക്ക് മൊബൈലോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞ് ഐറ്റംസ് ഇല്ലേ അതൊക്കെ അവിടെ വെക്കാം. എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാസ്ക്കറ്റാണ്. അതായത് കുഞ്ഞിൻ്റെ ടോയ്സ്, നമ്മുടെ ബാഗ് ഇതൊക്കെ അതിലിട്ട് നമ്മൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാം. റിയർ വീൽ സേഫ്റ്റി ബ്രേക്സ് ആണ് മറ്റൊരു പ്രത്യേകത. ഫ്രണ്ട് വീൽസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി സ്വെൽ വീൽസ് ആണ് കേട്ടോ. ഇതൊരു 2-in-1 കൺവേർട്ടബിൾ സ്ട്രോളറാണ് കേട്ടോ. അപ്പോൾ ഇതിന് ബേസ്നെറ്റ് മോഡുണ്ട്, അതായത് നാപ്പ് ടൈം കുഞ്ഞുങ്ങളെ കിടത്തി നല്ലോണം സുഖമായിട്ട് ഉറക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് സീറ്റിംഗ് മോഡ്. നെക്സ്റ്റ് മോഡ് സീറ്റിംഗ് മോഡാണ്, അതായത് കുഞ്ഞുങ്ങളെ അവർ ഉണർന്നിരിക്കുന്ന സമയത്ത് അവരെ ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോകാനും പറ്റും. അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ലോക്കും അൺലോക്കും ചെയ്യാൻ പറ്റുന്ന ഈ ബേബി സ്ട്രോളർ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അത് മാത്രമല്ല ഇതിലൊരു ലോക്ക് സിസ്റ്റം കൂടെ ഉണ്ട്, ലോക്ക് ചെയ്ത് വെക്കാനായിട്ട്. പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് ഈ പ്രോഡക്റ്റിനെ കാണിച്ചപ്പോഴത്തേക്കും കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അമ്മമാരുള്ള കുറേ ആൾക്കാർക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം പാലക്കാട് ഒരു തമിഴ്നാട് ബോർഡറൊക്കെ ആയതുകൊണ്ട് അവിടുത്തെ ആ ഒരു ഉത്സവങ്ങളൊക്കെ ഇതുപോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇവരിവിടെ വേല എന്നതിനെ പറയുന്നത്, ഉത്സവത്തിന് വേല എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അഗോഡ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഈ റൂം ബുക്ക് ചെയ്തത്. ഹോട്ടൽ കാണാൻ വലിയ തരക്കേടൊന്നുമില്ല, പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ആംബിയൻസ് ഒക്കെയാണ്, നല്ല ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലും നല്ല ഇതുപോലെ നല്ല ആർട്ട് ഡ്രോയിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പാമി നല്ല ടയേർഡും ആണ്, അതുപോലെ തന്നെ ഇറിറ്റേറ്റഡ് ആയിരിക്കുവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം നമ്പർ 104 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ല എന്ന് മാത്രമേ റൂം പറയാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് 7000 ഡിലക്സ് റൂമെന്നാണ് അഗോഡ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നത്. നമ്മൾ അത് കണ്ടിട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷേ 7000 അല്ല നമ്മൾ ബുക്ക് ചെയ്തത്, ഞങ്ങൾ ബുക്ക് ചെയ്തത് 2000 പക്ഷേ അതിന് വേർത്താണോ എന്ന് ചോദിച്ചാൽ പാറ്റയുടെ ശല്യമോ വൃത്തിയും കാര്യങ്ങളോ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആകെ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു റൂം അല്ലായിരുന്നു. അച്ഛനെ കുട്ടൂസ് ആരാണ്? അങ്ങനെ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതെടുക്കാൻ മറന്നുപോയി. അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പം നാളെ ഇനി ഗുരുവായൂർ പോകണം. അപ്പോൾ ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.